Hi dears, ICRന്റെ അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അതിന്റെ എക്സാം റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട്. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ICRന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഷെഡ്യൂൾ ഫോർ ഓൺലൈൻ കൗൺസിലിംഗ് ആണ്. ഷെഡ്യൂൾ ഫോർ ഓൺലൈൻ കൗൺസിലിംഗ്. ഇപ്പൊ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇനി ICRന്റെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ICRന്റെ വെബ്സൈറ്റ് ICRNTA.nic.in എന്ന വെബ്സൈറ്റ് അല്ല നമ്മൾ ഇനി നോക്കേണ്ടത്. ICRexam.net എന്ന വെബ്സൈറ്റ് ആണ് നമ്മൾ ഇനി നോക്കേണ്ട കാര്യം. അപ്പൊ ഇനിയുള്ള നമ്മുടെ എക്സാമുകളും കൗൺസിലിംഗ് പ്രൊസീജിയർ ഒക്കെ ഈ ഒരു വെബ്സൈറ്റിലാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ICRexam.net എന്ന വെബ്സൈറ്റിലാണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളിലേക്ക് നമുക്ക് കടക്കാം. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തന്നെ ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, അതായത് ഷെഡ്യൂൾ ഫോർ ഓൺലൈൻ കൗൺസിലിംഗിന്റെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. റിസൾട്ട് അനൗൺസ്മെന്റ് ഓഫ് NTA റിസൾട്ട് ബൈ 2-ാം തീയതി നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അതിന്റെ മാർക്ക് അറിഞ്ഞിട്ടുണ്ട്. ഡൗൺലോഡ് ഓഫ് റാങ്ക് കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അത് നമുക്ക് ഇന്ന് മുതൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് റാങ്ക് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾ ചെയ്തു കാണും. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഇനി സ്റ്റാർട്ട് ഓഫ് കാൻഡിഡേറ്റ്സ് രജിസ്ട്രേഷൻ ആൻഡ് ഡിസ്പ്ലേ ഓഫ് സീറ്റ് മെട്രിക്സ് ആൻഡ് ചോയ്സ് ഫില്ലിംഗ് 7-ാം തീയതി സാറ്റർഡേ 5 മണിക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികളെ ഇന്ന് മുതൽ തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സും ചോയ്സ് ഫില്ലിംഗും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ ഇത് മനസ്സിലാക്കുക. എൻഡ് ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ് 11-ാം തീയതിയാണ് അവസാനിക്കുന്നത്. വെനസ്ഡേ വരെ ടൈമുണ്ട്. 3 ദിവസം സമയം, വെനസ്ഡേ വരെയാണ് സമയമുള്ളത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് ഷെഡ്യൂൾ ഫോർ ഓൺലൈൻ കൗൺസിലിംഗിന്റെ ആദ്യത്തെ ടൈം ഷെഡ്യൂൾ ആണ്. അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതായത് ചോയ്സ് ഫില്ലിംഗ് ആരംഭിക്കുകയാണ് 11/11/2020 11/2020. 3 റൗണ്ടുകളായിട്ടാണ് ചോയ്സ് ഫില്ലിംഗ് ഉണ്ടാവുന്നത്. 3 റൗണ്ടുകളിലായിട്ടാണ് അലോട്ട്മെന്റ് പ്രോസസ്സുകൾ, കൗൺസിലിംഗ് പ്രോസസ്സുകൾ ഉണ്ടാവുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഡേറ്റുകൾ, പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്ന ഡേറ്റ് ആണ് 17-ാം തീയതിയാണ്. ഫസ്റ്റ് റൗണ്ടിന്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് 17-ാം തീയതി 5 മണി ഓൺവേർഡ്സ് ആണ്. അപ്പൊ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. എൻഡ് ഓഫ് ഓൺലൈൻ ഡോക്യുമെന്റ്സ് അപ്ലോഡിംഗ് ഓഫ് ദി കാൻഡിഡേറ്റ്സ്. നമുക്ക് കോവിഡ് പശ്ചാത്തലമായതുകൊണ്ട് തന്നെ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്താൽ മതിയാവും. കിട്ടിയ വിദ്യാർത്ഥികൾ 20/11-ാം തീയതിക്കുള്ളിൽ തന്നെ അത് അപ്ലോഡിംഗ് പൂർത്തീകരിക്കണം. എൻഡ് ഓഫ് ഓൺലൈൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ബൈ ദി യൂണിവേഴ്സിറ്റീസ് ആണ്. ഇത് യൂണിവേഴ്സിറ്റീസ് 22-ാം തീയതി കൂടി വെരിഫിക്കേഷൻ നടത്തണം. എൻഡ് ഓഫ് റീസബ്മിഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ബൈ കാൻഡിഡേറ്റ്സ് 23-ാം തീയതി മൺഡേ ആണ്. ഇനി എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ റീസബ്മിഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. അത് 23-ാം തീയതി 12 മണിയാകുമ്പോഴേക്കാണ് ആ ഒരു ഡേറ്റ് വന്നിരിക്കുന്നത്. എൻഡ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് റീസബ്മിറ്റഡ് ഡോക്യുമെന്റ്സ് ബൈ ദ യൂണിവേഴ്സിറ്റി 23-ാം തീയതിയോടെ ഫിനിഷ് ആവുകയാണ്. ഇതാണ് ഫസ്റ്റ് റൗണ്ടിന്റെ ഡേറ്റ് വിവരങ്ങൾ. ഇനി നമുക്ക് ഏറ്റവും കൺഫേം ആയി കഴിഞ്ഞാൽ എൻഡ് ഓഫ് സീറ്റ് അക്സെപ്റ്റൻസ് ഓഫ് ഫീ ഡെപ്പോസിഷൻ ബൈ കാൻഡിഡേറ്റ്സ്. ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് 24-ാം തീയതിയാണ് വിദ്യാർത്ഥികളെ. 24th നമുക്ക് ഡേറ്റ് ഫീ പേയ്മെന്റ് നടത്തേണ്ടത്. നമുക്ക് 17-ാം തീയതി ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് വരികയും 24-ാം തീയതി നമ്മുടെ ഡോക്യുമെന്റ്സുകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഫീ പേയ്മെന്റ് കൂടി നടത്തണം. ഫൈനലി ഓൺലൈൻ റിപ്പോർട്ടിംഗ് ചെയ്യേണ്ട ഡേറ്റ് 25-ാം തീയതിയാണ്. ഇതാണ് ഫസ്റ്റ് റൗണ്ടിന്റെ കൗൺസിലിംഗ് ഡീറ്റെയിൽസുകൾ. ഇതുപോലെ തന്നെ സെക്കൻഡ് റൗണ്ടും ഉണ്ട്, തേർഡ് റൗണ്ടും ഉണ്ട്. നമ്മൾ ആ ടൈമിൽ നിങ്ങൾക്ക് അതിന്റെ ഡേറ്റുകൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് മുതൽ തന്നെ ചോയ്സ് ഫില്ലിംഗ് ആരംഭിക്കാവുന്നതാണ്. 5 മണിക്ക് ശേഷം തന്നെ ആരംഭിക്കാവുന്നതാണ്. ഇപ്പൊ സീറ്റ് മെട്രിക്സിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കോഴ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 11 കോഴ്സുകളാണ് വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക. BSc അഗ്രികൾച്ചർ, BSc ഹോർട്ടിക്കൾച്ചർ, BSc ഫോറസ്ട്രി, BFC, BSc കമ്മ്യൂണിറ്റി സയൻസ്, BSc സെറികൾച്ചർ, BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, BTech ഡയറി ടെക്നോളജി, BTech ഫുഡ് ടെക്നോളജി, BTech ബയോടെക്നോളജി, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് കോഴ്സുകൾക്ക് വേണ്ടി നമുക്ക് ഓൺലൈൻ കൗൺസിലിംഗിന് അപേക്ഷിക്കാവുന്നതാണ്. BSc അഗ്രികൾച്ചറിലുള്ള കോളേജ് ഡീറ്റെയിൽസുകൾ നമുക്ക് നോക്കാവുന്നതാണ്. പ്രിയ വിദ്യാർത്ഥികളെ,
BSc അഗ്രികൾച്ചറിന്റെ 44 യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകളാണുള്ളത്. അതായത് ഇവിടെ നമുക്ക് കാറ്റഗറി വൈസ് ആയിട്ട് സീറ്റുകളുടെ അലോക്കേഷൻസ് കാണാവുന്നതാണ്. അവ ഏറ്റവും കൂടുതലുള്ള സീറ്റുള്ള കോളേജുകളിൽ ഓപ്ഷൻസുകൾ കൊടുക്കുക. അതുപോലെ തന്നെ ഫീസ് ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. ആനുവൽ ഫീ ഇൻക്ലൂഡിംഗ് ഹോസ്റ്റൽ ഫീ ആണ്, വിത്തൗട്ട് ഫുഡ് ചാർജ് ആണ്. അതായത് നിങ്ങളുടെ ക്യാൻറ്റീൻ്റെ ഫുഡോ ഒന്നും തന്നെ ഉൾപ്പെടുത്താതെ നിങ്ങളുടെ ഹോസ്റ്റൽ ഫീ അടക്കമുള്ള ഫീസാണ്, പെർ ഇയർ ഫീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല കുറഞ്ഞ ഫീസിൽ തന്നെ ഒരു നല്ല അഗ്രികൾച്ചർ കോഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ മാർക്ക് ആണെങ്കിൽ പോലും നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. 5000 രൂപയായിരിക്കും രജിസ്ട്രേഷൻ ഫീസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, കോഡാണ് ഫസ്റ്റ്, യൂണിവേഴ്സിറ്റി നെയിം, കാറ്റഗറി വൈസ് SC, ST, OBC, അൺറിസർവ്ഡ്, EWS, ടോട്ടൽ, അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് റിസർവ്ഡ് സീറ്റുകളും ഉണ്ട്. ഇവിടെ നമുക്ക് ആനന്ദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഗുജറാത്ത് നമുക്കറിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ സീറ്റുണ്ട്, 15 സീറ്റുകളാണ് അൺറിസർവ്ഡ് കാറ്റഗറി, ദാറ്റ് ഇസ് ജനറൽ കാറ്റഗറിക്കുള്ളത്. SC 3 സീറ്റുകൾ, ST 2, OBCക്ക് സീറ്റുകളില്ല, EWSനും ഇല്ല. അതുപോലെ തന്നെ ആചാര്യ NG രംഗ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശ് നോക്കുക, അൺറിസർവ്ഡുകാർക്ക് 57 സീറ്റുകളാണ്, ഏറ്റവും കൂടുതൽ സീറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ നേരത്തെ 12,200 നമ്മൾ ഫീസ് നമ്മൾ നോക്കണം. ഇതിൽ 45,000 ഇതിന്റെ ഫീസ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ വിദ്യാർത്ഥികൾ ഇത് നോട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലാം ഒന്നും വായിക്കുന്നില്ല. ആസാം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി 24 അൺറിസർവ്ഡ് കാറ്റഗറിക്കുള്ളത്. ആൻഡ് റിസർവേഷൻ സീറ്റുകൾ നോക്കുക, 23,950 ഫീസ് ഡീറ്റെയിൽസ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നോക്കുക, 12 സീറ്റുകളുണ്ട് അൺറിസർവ്ഡ് ആയിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ ഫീസ് മാത്രമേ ഉള്ളൂ, 7,136 രൂപയാണ് ഫീസ് നിരക്കുള്ളത്. കേരളത്തിലുള്ളത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓഫ് തൃശൂർ. ഇവിടെ നോക്കാം, ഇവിടെയും 42 സീറ്റുകൾ ഉണ്ട് അൺറിസർവ്ഡ് കാറ്റഗറിക്ക്. 26,650 ഫീസ് ഡീറ്റെയിൽസുകൾ. ഹോസ്റ്റൽ ഫീ അടക്കമാണ് കുട്ടികളെ ഫീസ്, മെസ് ഫീ ഇല്ല എന്നേ ഉള്ളൂ. അപ്പൊ വിദ്യാർത്ഥികൾക്ക് ചോയ്സ് അനുസരിച്ചിട്ട് കോളേജുകളുടെ ഡീറ്റെയിൽസുകളൊക്കെ തന്നെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതനുസരിച്ച് ചോയ്സും ഓപ്ഷൻസ് ഫില്ലിങ്ങും കൊടുക്കുക. ഏറ്റവും ഫീസ് കുറഞ്ഞ കോളേജുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ തന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകളും ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും അറിയാലോ, വെബ്സൈറ്റ് ID ICRexam.net ആണ് വെബ്സൈറ്റ് ID. അപ്പൊ സീറ്റ് മെട്രിക്സ് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകളുണ്ട്. അതുപോലെ തന്നെ കൗൺസിലിംഗ് ഡേറ്റുകളും നിങ്ങൾ നോക്കുക. നിങ്ങളുടെ റാങ്ക് കാർഡ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണെന്നും കൂടി നമ്മൾ പറഞ്ഞു തരാം. എങ്ങനെയാണ് റാങ്ക് കാർഡ് നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്നും കൂടി പറയാം. ഇതാണ് നമ്മുടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, ലോഗിനിൽ പോയി കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ നമ്പർ നമ്മൾ കൊടുക്കണം. അപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളൊരു പാസ്വേഡ് സെലക്ട് ചെയ്യണം. application number. If you forget your password, please click on the reset password button given on the applicant login page to reset your password ആണ്. നിങ്ങൾക്കത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സെക്യൂരിറ്റി കോഡ് അടിക്കാം. എന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റാങ്ക് കാർഡ് ലഭിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. Candidates are strictly advised to protect their password combination and do not share the name with anyone. പാസ്വേഡുകൾ വളരെ സീക്രട്ട് ആണ്, അതാർക്കും തന്നെ പാസ് ചെയ്യാൻ പാടില്ല. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തന്നെ ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.